മല്ലൂസ് ബെസ്റ്റസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? എന്നാൽ അങ്ങനെ ഒരു സ്പെഷ്യലും ഇല്ല. ഇറ്റ്സ് എ നോർമൽ ഡേ ഫോർ അസ്. ഇന്ന് രാവിലെ നമ്മളെല്ലാവരും കൂടെ ഓർത്ത് ഒന്ന് മീറ്റപ്പ് ചെയ്യാം. അപ്പം ഞങ്ങൾ 4 ബെസ്റ്റീസ് എല്ലാവരും കൂടെ ഇന്ന് കൂടുകയാണ്. ചേച്ചിക്കൊക്കെ എല്ലാ ചേച്ചിമാർക്കും ഇന്ന് നൈറ്റുണ്ട്, ഞാൻ മാത്രം ഇന്ന് ഓഫായിരുന്നു. അപ്പോൾ ഇപ്പോൾ രാവിലെ 7:30 റെഡിയായിട്ട് ചേച്ചി അടുത്തോട്ട് പോകണം. അപ്പം ഞാനിവിടെ നിന്ന് ജയമളേച്ചിയുടെ വീട്ടിലേക്കാണ് ആദ്യമേ പോകുന്നത്. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളെന്ന്, അല്ലേ? അപ്പം വയോ. അപ്പം ഞാൻ ജയമളേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലോട്ട് കയറാം. ഓക്കെ, ബാ. ഹലോ ജയമളേച്ചി. ഗുഡ് മോർണിംഗ്. ജയമളേച്ചി സെറ്റ് അല്ലേ? ചേച്ചി നൈറ്റും കഴിഞ്ഞിട്ട് വന്നിരിക്കുവാണ്. നൈറ്റ് കഴിഞ്ഞ് വന്ന് ഇനി നൈറ്റ് പോണം. നമുക്ക് എല്ലാവർക്കും നൈറ്റ് ഉണ്ട്. അതെ, ഇന്ന് എല്ലാവർക്കും നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. പക്ഷെ എന്നാലും ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പം വഴിയെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്കിന്ന് നമ്മുടെ കൂടെ മഞ്ജു ചേച്ചി ഉണ്ട്. മഞ്ജും ലിഞ്ചും ഒക്കെ എങ്ങനെ അവരെത്തും? മഞ്ജു ചേച്ചി എന്തായാലും ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ലിഞ്ചു ചേച്ചി ഷുവർ അല്ല, ചേച്ചിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് മോർണിംഗിന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജോയിൻ ചെയ്യും. എന്തായാലും നമുക്കത് വഴിയെ നമുക്ക് നോക്കാം. അപ്പം എല്ലാവർക്കും ഇന്ന് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തുള്ള കോഫി ഷോപ്പാണ് ചൂസ് ചെയ്തത്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ്സ് ഡ്രൈവ് തന്നെയേ ഉള്ളൂ. ഞങ്ങൾ ഡോബീസിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഡോബീസിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങളുടെ എയിം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞങ്ങളുടെ പേഡേ ആയിരുന്നു ഇന്ന്. ഞാൻ പേഡേന്ന് എടുത്ത് പറയാൻ കാരണം യൂഷ്വലി ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ ഈതർ ലഞ്ച് ഓർ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾ മീറ്റപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ മഞ്ജുവിനെയും ലിഞ്ചുവിനെയും ഞങ്ങൾ ഡോബീസിൽ മീറ്റ് ചെയ്യും. അപ്പോൾ കാണാം. നമ്മളങ്ങനെ ഡോബീസ് ഗാർഡൻ സെൻറ്ററിലേക്ക് എത്തിയേക്കുവാണ്. ഡോബീസ് എന്നത് UK ഒരു ലീഡിംഗ് ഗാർഡൻ റീറ്റെയിലേഴ്സാണ്. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ്, ക്വാളിറ്റി സീഡ്സ്, അതുകൂടാതെ തന്നെ ഔട്ട്ഡോർ ഫർണിച്ചേഴ്സ്, ഹോം ഡെക്കേഴ്സ്, പെറ്റ് കെയർ പ്രൊഡക്ട്സ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ലൈവ് ഫുഡ്സ് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം. മഞ്ജു ചേച്ചി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ചേച്ചിയെ മീറ്റ് ചെയ്യാം. മഞ്ജു ചേച്ചി ഒത്തിരി നേരമായി വന്നിട്ട്? ഇല്ല, ജസ്റ്റ് വന്നതേ ഉള്ളൂ. ലിഞ്ചു വന്നില്ല. ലിഞ്ചു വിളിച്ചായിരുന്നു, എന്തോ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, ഇച്ചിരി ലേറ്റ് ആവുന്നു. നമ്മളോട് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. നമുക്ക് കയറാല്ലേ? നമുക്ക് ടൈം വേസ്റ്റ് ഇല്ല, നമുക്ക് ഏതായാലും പോവാം. ലിഞ്ചു ചേച്ചി ജോയിൻ ചെയ്തോളൂ. അങ്ങനെ നമ്മൾ ഡോബീസിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. ചേച്ചി, അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാം അല്ലേ? പാറു, എന്താ നമുക്ക് ട്രഡീഷണൽ കുക്ക്ഡ് വേണോ അതോ സിമ്പിൾ സീരിയൽസ് അങ്ങനെയാണോ? മഞ്ജുവിനോട് ചോദിക്കാം അല്ലേ? അതെ. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. കണ്ടോ, നല്ല സ്ട്രോബെറി കേക്ക്, അതുപോലെ കാരമലിൻ്റെ കേക്കുകളുണ്ട്, ഇത് കുക്കീസുണ്ട്, നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് കേക്കുകൾ ഇവിടെയുണ്ട്. അത് എല്ലാത്തിനും നല്ല നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുകളാണ്. മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരുന്നു ഏതാ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ നമ്മൾ സ്കോട്ടിഷ് ബ്രേക്ക്ഫാസ്റ്റാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് ടോസ്റ്റ്, സ്ക്രാമ്പിൾഡ് എഗ് ഓർ ഫ്രൈഡ് എഗ് ഓർ പോച്ച്ഡ് എഗ്, അങ്ങനെയാണ് എഗ്ഗിൻ്റെ ഒരു വെറൈറ്റി വരുന്നത്. പിന്നെ ബ്ലാക്ക് പുഡിങ് ഒബ്വിയസ്ലി വരുന്നുണ്ട്. അത് സ്കോട്ടിഷുകാർ ഒരു ഒതൻറ്റിക് ടച്ചുള്ളൊരു സ്പെഷ്യൽ കുസീനാണ്. പ്ലസ് ഇതിൻ്റെ കൂടെ സോസേജ് വരുന്നുണ്ട്, ബേക്കൺ വരുന്നുണ്ട്, ബീൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കമ്പൈൻ ചെയ്തതാണ് സ്കോട്ടിഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഐറ്റംസ് കൂടാതെ ഇതിൻ്റെ കൂടെ പൊട്ടറ്റോ സ്കോൺസും ടൊമാറ്റോസും മഷ്റൂംസും ഒക്കെ ഇതിൻ്റെ കൂടെ ടോപ്പപ്പ് ചെയ്യാറുണ്ട്. വൺസിൻ്റെ മന്ത് ഞങ്ങൾ 4 പേരും കൂടെ എവിടെയെങ്കിലും മീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ജസ്റ്റ് സ്പെൻഡ് 1 hour ടുഗെദർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡോബീസ് ചൂസ് ചെയ്തതേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഫി ഷോപ്പ് ആയിരിക്കും. ഇവിടുത്തെ ഒരു കൾച്ചർ തന്നെ ഇങ്ങനെയാണ്. പേ വീക്കിൻ്റെ ആ ഒരു വീക്ക് അല്ലെങ്കിൽ ഫോളോയിങ് വീക്ക് എല്ലാവരുമായിട്ട് ഒന്ന് എൻജോയ് ചെയ്യുക, പുറത്തു പോവുക, ടൈം സ്പെൻഡ് ചെയ്യുക. ആ റിലേഷൻ കുറച്ചും കൂടെ ഇൻറ്റൻസ് ആകാൻ വേണ്ടി നമ്മളിങ്ങനെ ഗ്യാദർ ചെയ്യുമ്പോൾ അത് ഹെൽപ്പ് ആവും. ലിഞ്ചു വന്നിട്ടുണ്ട് കേട്ടോ. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ആർപ്പോ ഓ, താങ്ക്സ് ഫോർ ദ വാം വെൽക്കം. സോറി, എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നേ, അതാണ് ലേറ്റ് ആയത്. ഇറ്റ്സ് ഓക്കെ ലിഞ്ചു, ഞങ്ങൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ, നമുക്ക് ജോയിൻ ചെയ്യാം.
ഷോപ്പിംഗ് എന്നതിലുപരി ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം. നമ്മളിവിടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ഇത് സക്യുലൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സക്യുലൻസ്. ചേച്ചി ഈ പ്ലാന്റ് ഉണ്ട്, എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. നല്ലതാണ്. ഇതൊരെണ്ണം വീട്ടിലിരിപ്പുണ്ട് കിച്ചണിൽ. പാറു ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. അടിപൊളി. ലിഞ്ചേച്ചി ഇത് നോക്കിയാൽ നമ്മുടെ നാട്ടിലെ മുൾച്ചെടി കാക്ടസ് അല്ലേ? കാക്ടസ്. ഇതിൻ്റെ റെഡ് കളറ് ഞാൻ ഒരെണ്ണം കിച്ചണിൽ വെച്ചിട്ടുണ്ട്. കുറേ നാളായി, ഇപ്പോൾ 2-3 വർഷമായി. കളർ പോകാതെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. നല്ലതാണ്. ലോ മെയിൻ്റെനൻസ് ആണ് അല്ലേ? നല്ല ഭംഗിയായിട്ട് ഒഴിക്കേണ്ട അധികം. ലിഞ്ചേച്ചി ഈ പ്ലാന്റ് ഉണ്ട്, ഇതൊരു സ്പെഷ്യൽ പ്ലാന്റ് ആണ് അല്ലേ? ആസ്പെർഗസ്, നമ്മുടെ നാട്ടിലെ ചതാവേലിയില്ലേ, ഇതിന്റെ കിഴങ്ങ് വെച്ചിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കില്ലേ. ഇതിന്റെ ചെറിയ പ്ലാന്റ് ആണ് അല്ലേ? നൈസ് ആയിട്ടുണ്ട്. വൈഡ് റേഞ്ച് ഓഫ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ആണ് ഡോബീസിലുള്ളത്. ഈ മിനിയേച്ചർ മുതൽ നമ്മുടെ ഈ വാഴയുടെ സൈസ് വരെയുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും വാഴയൊക്കെ ഇൻഡോർ ചെടിയാണോ എന്ന്. നമ്മുടെ UK വാഴയും ഇൻഡോർ ചെടിയാണ്. പക്ഷെ വാഴയുടെ മെയിൻ്റനൻസ് ഇച്ചിരി കട്ടിയാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ പറ്റില്ല. ഒരു ബേബിയെ ടേക്ക് കെയർ ചെയ്യുന്നത് പോലെ തന്നെ വാഴയെ ടേക്ക് കെയർ ചെയ്യണം. പക്ഷേ വിൽ ഗെറ്റ് ദ റിസൾട്ട് അറ്റ് ദി എൻഡ്. ഇതൊരു നാരങ്ങയുടെ ചെടിയാണ്. ഹോം ഡെക്കറായിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ വർക്ക് പ്ലേസിലൊക്കെ നമുക്ക് ലഞ്ച് ബാഗ് ആയിട്ട് കൊണ്ടുപോകാം. പിന്നെ നമ്മുടെ യൂണിഫോം ഒക്കെ ഇങ്ങനെ ഇട്ട് കൊണ്ടുപോകാനൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇത് എന്ത് ഭംഗിയായിട്ടാണല്ലേ മണി പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ നെയിമാണ് പച്ചീറ അക്വാട്ടിക്ക. ഒപ്പം നമ്മുടെ മലബാർ ചെസ്നട്ടും എന്നിവർ വിളിക്കാറുണ്ട്. മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഈ സ്റ്റിക്ക് കണ്ടില്ലേ, ഇതൊരു കൊയർ സ്റ്റിക്കാണ്. ബെൻഡബിൾ മോസ് പോൾ അല്ലെങ്കിൽ ക്രീപ്പർ സ്റ്റിക്ക്, മോസ് സ്റ്റിക്ക്, ടോൾ സ്റ്റിക്ക്, അങ്ങനെ പല പേരുകളിലും. ഇത് മണി പ്ലാന്റിന് മാത്രമല്ല, എല്ലാത്തരം ക്ലൈംബിംഗ് ഇൻഡോർ പ്ലാന്റ്സിനും ഇത് യൂസ്ഫുൾ ആണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഇൻഡോർ ഡെക്കറാണ്. ബ്യൂട്ടിഫുൾ മോസ് ടെറേറിയം. സൂപ്പർ ഈസി ടു മേക്ക് ആൻഡ് കെയർ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെറേറിയം സബ്സ്ട്രാക്ട് നമ്മുടെ ഗാർഡനിൽ തന്നെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫുൾ പാക്ക് ഇവിടെ അവൈലബിൾ ആണ്. ലൈക്ക് ബിൽഡ് യുവർ ഓൺ ടെറേറിയം. കണ്ടില്ലേ, ഇതിനകത്ത് തന്നെ സ്റ്റോൺസ്, ഒപ്പം വേണ്ട എല്ലാ ഐറ്റംസും ഇൻക്ലൂഡഡ് ആണ്. ഈസി ടു മേക്ക് ഓൺ മോസ് ടെറേറിയം. ഇതെന്താണ് ഇത്? ലക്കി ബാമ്പു. അതായത് ഇത് നമുക്ക് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ലക്ക് വരുന്നതാണ് അതിൻ്റെ മീനിങ്. എനിക്കറിയില്ല അതിനകത്ത് എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിലേക്ക് ലക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഇത് ഒരു നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒരു ഡെക്കറേഷനായിട്ട് വെക്കാനൊക്കെ നല്ല ഐഡിയൽ ഗിഫ്റ്റാണ്. അത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അതങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല. അല്ല, ഇതിൻ്റെ പ്രൈസ് എനിക്ക് 499 ഉള്ളൂ. മെയിൻ്റനൻസും ഭയങ്കര കുറവാണ്. ജസ്റ്റ് നമുക്ക് വീക്കിൽ 1 or 2 നമുക്ക് ഒരു ഡ്രോപ്സ് ആയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം അത് ലാസ്റ്റ് ചെയ്യും. ഒരുപാട് ലാസ്റ്റ് ചെയ്യും. നല്ല സിമ്പിൾ ആൻഡ് ക്യൂട്ട്. അതെ, വളരെ സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള സാധനമാണ്. നല്ലതാണ്. ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ ചേച്ചി ഒരെണ്ണം എടുത്തോളൂ. ഞാൻ എടുക്കും. ഞാൻ 1-2 അങ്ങനെ ഒരു വിൻഡോയുടെ അപ്പുറമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് 2 ആയിരിക്കും ഞാൻ നല്ലതെന്ന് തോന്നുന്നു. എനിവേ ഞാനത് മേടിക്കുന്നുണ്ട്. അപ്പം നമുക്കത് പേ ചെയ്യാം. ഓക്കെ. അപ്പം നമുക്ക് ഡോബീസിൽ ലൈവ് പ്ലാന്റ്സ് മാത്രമല്ല, നമുക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള നമ്മുടെ ചെടികളുടെ സീഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, കണ്ടോ, വെറൈറ്റീസ്. അതിന് ഡാലിയ, ലില്ലീസ്, അങ്ങനെ ഒത്തിരി ഒരു നമുക്ക് ആയിട്ടാണ് കിട്ടുന്നത്. ഒരു പാക്കറ്റിൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബൾബുകൾ, എനിക്ക് തോന്നുന്നത് 10-12 ബൾബുകൾ കാണും. നമ്മളത് കമ്പോസ്റ്റിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി അത് ഏകദേശം April May ഒക്കെ ആകുമ്പോൾ നമ്മളത് പ്ലാൻ ചെയ്ത് തുടങ്ങും. അപ്പം നമുക്ക് നല്ല സമ്മർ ടൈം ആകുമ്പോൾ നമ്മുടെ ഗാർഡനിൽ നല്ല ഫ്ലവേഴ്സ് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടാം. അതെ ചേച്ചി, ഇവിടെ സ്പ്രിംഗ് സീസണിലാണ് വെജിറ്റബിൾ പ്ലാന്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിവിടെ മാർച്ച് തൊട്ടേ അവരിവിടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനൊക്കെ ഈ നമ്മുടെ ഈ പാക്കറ്റിൻ്റെ ബാക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ ബിഗിനേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇത് ബ്യൂട്ടിഫുള്ളായ ബെങ്കോണിയ പ്ലാന്റ്. ഇതിൻ്റെ സീഡ് എന്ന് പറയുന്നത് കിഴങ്ങാണ്. മോർ ദാൻ 2000 ഡിഫറെൻറ്റ് പ്ലാന്റ് സ്പീഷീസ് തന്നെയുണ്ട് ഈ ഒരു പ്ലാന്റ്. ഈ പ്ലാന്റ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആയിട്ടും യൂസ് ചെയ്യുന്നതാണ്. ലോ മെയിൻ്റനൻസ് ആണ്. ഒപ്പം ഇത് ലൈഫ് സ്പാൻ കുറച്ചും കൂടെ കൂടുതലുമാണ്. സീഡ് പൊട്ടറ്റോസിൻ്റെ വൈഡ് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. എനിക്ക് ആകെ അറിയാവുന്ന പൊട്ടറ്റോസ് നമ്മുടെ മധുരക്കിഴങ്ങും നാടൻ കിഴങ്ങുമാണ്. എന്നാൽ ഇവിടെ കണ്ടില്ലേ, പൊട്ടറ്റോയുടെ തന്നെ വളരെ വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ഏർലി സീഡ് പൊട്ടറ്റോ, പിന്നെ അത് ലേറ്റ് സീസൺ സീഡ് പൊട്ടറ്റോ, സാലഡ് ടൈപ്പ് പൊട്ടറ്റോസ്, അങ്ങനെ ഒട്ടനവധി കളക്ഷൻസ് ആണ്. പിന്നെ ഇവിടെ പൊട്ടറ്റോസ് ഒരു മെയിൻ പാർട്ട് ഓഫ് ദിയർ ഫുഡാണ്. മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഉൾപ്പെടെ ലഞ്ച്, ഡിന്നർ, പൊട്ടറ്റോ ഇല്ലാതെ ഒരു ഭക്ഷണവും ഇല്ല. അപ്പോൾ അതിൻ്റെ വെറൈറ്റീസ് ആണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. ഈ സീഡൊക്കെ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആകണമെങ്കിൽ കമ്പോസ്റ്റ് ഒരു മാൻഡേറ്ററി ആണ് അല്ലേ? അതും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതും അതിൻ്റെ തന്നെ വൈഡ് വെറൈറ്റീസ് തന്നെ ഉണ്ട്.
ബാർബിക്യൂവിന് വേണ്ട എല്ലാ എസെൻഷ്യൽ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബാർബിക്യൂ സെറ്റിങ്സ് തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ സമ്മർ ടൈമിൽ ഗാർഡൻ പാർട്ടി ഭയങ്കര പോപ്പുലറാണ്. അപ്പോൾ പിന്നെ ബാർബിക്യൂവും ഗ്രിൽസും ഒന്നും ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം നമ്മൾ എൻജോയ് ചെയ്തു. ലഞ്ച് വരാൻ താമസിച്ചു പോയിരുന്നു. അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ എന്നാലും ചേച്ചി ഹാഫ് വേയിൽ ജോയിൻ ചെയ്താലും നമ്മൾ എൻജോയ് ചെയ്തല്ലേ. വി ഹാഡ് എ ഗുഡ് ടൈം ടുഗെദർ. അപ്പോൾ കോഫിയും കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു, എല്ലാം അടിപൊളിയായിരുന്നു. വി ഹാഡ് എ ഗുഡ് ടൈം ടുഗെദർ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതൊരു സർപ്രൈസ് വീഡിയോ ആണ്. വി നീഡ് ടു റിവീൽ സംതിങ് നൈസ്. സർപ്രൈസിംഗ്. അതൊരു ബിഗ് സർപ്രൈസ് ആണ്. ആ ജേർണിയിൽ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഒപ്പം ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ ട്യൂൺ വിത്ത് മല്ലു ബെസ്റ്റീസ്. സൈനിങ് ഓഫ്. ബൈ.